ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൻ്റെ ക്ലാസ് 264 ഇനി നാം എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ അവസാനമായി നാം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം അനന്തരാവകാശ നിയമങ്ങളാണ്. ഒരാൾ മരണപ്പെട്ടാൽ അവിടെ മരണപ്പെട്ടയാളുടെ മുതൽ വീതം വയ്ക്കേണ്ട, വിതരണം ചെയ്യേണ്ട മസ്കലകൾ, അതിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. ഒമൻ ഫുക്കിദ, ഒരാൾ ഇല്ലാതെയാക്കപ്പെട്ടു, വങ്കത്ത ഖബറുഹു, അയാളുടെ വിവരം മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഒരാൾ നിലവിൽ ഇവിടെ ഇല്ല, എങ്ങോ പോയി, അയാളുടെ വാർത്തയുമില്ല, എവിടെയാണ് ആ ആളുള്ളത് എന്ന് ഒന്നും അറിയില്ല. അയാൾക്കാണെങ്കിൽ ഇവിടെ നാട്ടിൽ കുറേ സ്വത്തുണ്ട്. ഈ നാട് വിട്ടു പോകുമ്പോൾ അയാൾക്ക് നിലവിൽ കുറേ സ്വത്തുണ്ട് എങ്കിൽ തുരിക്കമാലുഹു, അയാളുടെ മുതലിനെ അവിടെ ഉപേക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അയാളെ മുതൽ അവിടെ കിടക്കട്ടെ. ഹത്താ തഖൂമ ബയ്യിനത്തും ബി മൗത്തിഹി, അയാൾ മരിച്ചു എന്ന് വ്യക്തമായ സാക്ഷികൾ സാക്ഷി പറയണത് വരെ അയാളുടെ മുതൽ ഒന്നും ചെയ്യണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും വീതിച്ചെടുക്കണ്ട. അപ്പോൾ ആരോ വ്യക്തമായ സാക്ഷിയായി അയാൾ എവിടെയോ ഒരു സ്ഥലത്ത് മരിച്ചു, കബറടക്കപ്പെട്ടു എന്ന് വ്യക്തമായ സാക്ഷിയായിട്ട് ഇവിടെ ആളുകൾ വന്നു പറഞ്ഞു. ഔ യഹക്കുമ ബിഹി കാലിൻ, അല്ലെങ്കിൽ ഒരു കാലി വിധിക്കുന്നത് വരെ അയാളെ മുതൽ അവിടെ തന്നെ ഉപേക്ഷിക്കണം, ഒന്നും ചെയ്യണ്ട. എങ്ങനെയാണ് കാലി വിധിക്കണത്? കാലി വിധിക്കണം, എന്ത് വിധിക്കണം? ഇയാൾ മരിച്ചു എന്ന് കാലി വിധിക്കണം. ബി മുദിയ മുദ്ദത്തിൻ യഗ്ലിബു അലല്ലന്നി അന്നഹു ലാ യഈഷു ഫൗഖഹ, അയാൾ കൂടി വന്നാൽ ജീവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടം കഴിഞ്ഞു. അയാളിപ്പോൾ ഇവിടെ നിന്ന് പോയപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? അയാൾ ഇപ്പം ജീവിക്കുകയാണെങ്കിൽ എത്ര വയസ്സ് ഉണ്ടാകും എന്നൊക്കെ നമുക്കിങ്ങനെ കണക്കാക്കാമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ ഒരു ജീവിത കാലഘട്ടം കഴിഞ്ഞുപോയി, അയാൾ പോയിട്ട് അയാൾ ഇപ്പം ഉണ്ടെങ്കിൽ ഇത്ര വയസ്സ്, അങ്ങനെ ജീവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മികച്ച ഭാവന നമുക്ക് കിട്ടുമ്പോൾ കാളി വിധിക്കും, അയാൾ മരിച്ചു എന്ന് വിധിക്കും. ആ വിധി വരുമ്പോഴാണ് പിന്നെ ഇയാളുടെ മുതൽ എടുത്ത് വീതം വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു മസല വലവുമാത്ത മുവരിസുൻ, ഇവിടെ ഒരാൾ മരിച്ചു, അയാൾക്ക് അനന്തര സ്വത്തുണ്ട്, അതിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. ലി മഫ്കൂദിൻ, അവിടെ ഒരാൾ, ഈ അനന്തരം എടുക്കേണ്ട ഒരാൾ നാട് വിട്ടു പോയിട്ടുണ്ട്. ഇപ്പം മരിച്ച ആളുടെ അനന്തര സ്വത്ത് കിട്ടേണ്ട ഒരാൾ, ആളുകളിൽപ്പെട്ട ഒരാൾ ഇവിടെ ഇല്ല, അയാൾ പോയിരിക്കുകയാണ്, എവിടെയാണെന്നൊന്നും അറിയില്ല. എങ്കിൽ ഉക്കിഫത്ത് ഹിസ്വത്തുഹു, ആ പോയ ആളുടെ വീതം അവിടെ തന്നെ നിർത്തണം, അതവിടെ നിൽക്കട്ടെ, ഇപ്പം അതിന് ഒന്നും പറയണ്ട. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാലൊരവസ്ഥ വരണം. ഒന്നുകിൽ മരിച്ചു എന്ന് വ്യക്തമായ സാക്ഷിത്വം ഇവിടെ കിട്ടണം, അല്ലെങ്കിൽ മേൽ പറഞ്ഞ രീതിയിൽ കാളിയുടെ വിധി വരണം. അപ്പോഴാണ് ഈ സ്വത്തിൻ്റെ, അയാളുടെ വീതത്തിൻ്റെ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. അടുത്തത് അൽ വാരിസൂന വൽ വാരിസാത്തു, അനന്തര സ്വത്ത് കിട്ടുന്ന പുരുഷന്മാരും പെണ്ണുങ്ങളും എന്നതാണ്. ആരൊക്കെയാണ്? അൽ വാരിസൂന മിന റിജാലി, ആണുങ്ങളിൽ നിന്ന് അനന്തരമെടുക്കുന്നവർ അശറത്തുൻ 10 പേരാണ്. അൽ ഇബ്നു, ഒന്ന് മകൻ, ഒബ്നുഹു, മകൻ്റെ മകൻ, വ ഇൻ സഫല, മകൻ്റെ മകൻ എന്ന് പറയുമ്പോൾ തലമുറ എത്ര താഴെയാണെങ്കിലും ശരി, നേരെ പേരക്കുട്ടിയല്ല, നേരെ മകൻ്റെ മകനല്ല, പിന്നെ വീണ്ടും തലമുറ മറിഞ്ഞു വന്നതാണ്, മകൻ്റെ മകൻ്റെ മകനാണ്, അല്ലെങ്കിൽ അങ്ങനെ താഴേക്ക് പോയതാണ്, അങ്ങനെയാണെങ്കിലും അവിടെ അനന്തരം കിട്ടും. വല്ലബു, വാപ്പ, വ അബൂഹു, വാപ്പാൻ്റെ വാപ്പ, വൈൻ അല, അത് തലമുറയ്ക്ക് മാറ്റങ്ങൾ വന്നാലും മേലോട്ട്, വാപ്പാൻ്റെ വാപ്പയല്ല, വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ തലമുറയിലെ വാപ്പ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അനന്തര സ്വത്തുണ്ട്.
വൽ അഹു സഹോദരൻ. സഹോദരൻ എന്ന് പറയുമ്പോൾ അവിടെ 3 തരമുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെയും ഒരു വ്യക്തിയുടെയും ഉമ്മയും വാപ്പയും ഒന്നാണ്, അല്ലെങ്കിൽ രണ്ടാളുടെയും വാപ്പ മാത്രം ഒന്നാണ്, അല്ലെങ്കിൽ രണ്ടാളുടെയും ഉമ്മ മാത്രം ഒന്നാണ്. ഇങ്ങനെ 3 രൂപം അവിടെ വരും. ഏതാളാണെങ്കിലും സഹോദരൻ, 3 സഹോദരന്മാരാണെങ്കിലും അവർക്കൊക്കെ അനന്തര സ്വത്തുണ്ട്. ഒബുനുൽ അഹി ലി അബവൈനി, ഇപ്പം നമ്മൾ പറഞ്ഞ 3 സെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ഉമ്മയും, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഉമ്മയും വാപ്പയും ഒന്നായ സഹോദരൻ. ആ സഹോദരൻ്റെ മകന് അനന്തര സ്വത്ത് കിട്ടും. ഔലിയബിൻ, അല്ലെങ്കിൽ വാപ്പ മാത്രം ഒന്നായ സഹോദരൻ, മയ്യത്തിൻ്റെ വാപ്പയും സഹോദരൻ്റെ വാപ്പയും ഒന്നാണ്. അങ്ങനെയുള്ള സഹോദരൻ, ആ സഹോദരൻ്റെ മകൻ. അപ്പോൾ ഉമ്മ യോജിച്ച സഹോദരനുണ്ട് മയ്യത്തിന്, ആ സഹോദരൻ്റെ മകന് അനന്തര സ്വത്തില്ല. വൽ അമ്മു ലി അബവൈനി, ഉമ്മയും വാപ്പയും ഒത്ത പിതൃ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തിൻ്റെ വാപ്പയുടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കക്ഷി, ആ ആളുടെയും ഉമ്മയും വാപ്പയും ഒന്നാണ്. ഔലി അബിൻ, അല്ലെങ്കിൽ അവർ തമ്മിൽ വാപ്പ മാത്രം ഒന്നാണ്. അപ്പോൾ അവർക്ക് അനന്തര സ്വത്തുണ്ടാവും. ഈ പറയപ്പെടുന്ന 2 രൂപത്തിൽ വരുന്ന പിതൃ സഹോദരന്. ഒബുനുൽ അമ്മി ലി അബവൈനി ഔലി അബിൻ, ഉമ്മയും വാപ്പയും ഒത്ത പിതൃ സഹോദരൻ്റെ മകൻ, അല്ലെങ്കിൽ വാപ്പ മാത്രം ഒത്ത പിതൃ സഹോദരൻ്റെ മകൻ. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പിതൃ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ 2 രൂപം പറഞ്ഞു. ആ 2 രൂപത്തിലുള്ള അവരുടെയും മക്കൾ കാരണം മകൻ, ആൺമക്കൾ, അവർക്ക് സ്വത്തുണ്ട്. വ സൗജുൻ, ഭർത്താവ്. വ മുഅ്തിഖുൻ, ഇത്ഖ് ചെല്ലിയ ആള്, അത് 10ാമത്തെ ആളാണ്. ഭർത്താവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മരിച്ചതൊരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ ഭർത്താവിന് അനന്തര സ്വത്തുണ്ട്. ഒരു വ്യക്തി പഴയ കാലത്ത് അടിമയായിരുന്നു. ആ അടിമയെ ഒരാൾ പണ്ട് മോചിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ഒരു അമൽ, ഒരു സൽക്കർമ്മം എന്ന നിലയിൽ നമ്മൾ സ്വഹാബത്തിൻ്റെ ഒക്കെ ചരിത്രത്തിൽ കേൾക്കുന്നുണ്ടല്ലോ, അടിമകളെ മോചിപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മോചിപ്പിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ മോചിപ്പിച്ച ആൾ, ആ മോചിപ്പിച്ച ആൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ പറയപ്പെടുന്ന പണ്ട് അടിമയായിരുന്ന വ്യക്തി മരണപ്പെട്ടു. അയാൾക്കാണെങ്കിൽ നേരെ നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ആ അനന്തരക്കാരാകുന്ന രക്തബന്ധുക്കൾ ആരുമില്ല. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത ആ രക്തബന്ധുക്കൾ അവരാരുമില്ല. ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ അനന്തര സ്വത്ത്, ഈ പണ്ട് അടിമയായിരുന്ന വ്യക്തിയുടെ അനന്തര സ്വത്ത് പണ്ട് അയാളെ മോചിപ്പിച്ച ആ ആളാരാണോ അയാളിലേക്ക് പോകും. അടുത്തത് വൽ വാരിസാത്തു മിനൻ നിസായി, പെണ്ണുങ്ങളിൽ നിന്ന് അനന്തര സ്വത്തെടുക്കുന്ന പെണ്ണുങ്ങൾ 7 ബിന്ദുൻ, മകള്. ബിന്ദുബിനിൻ, മകൻ്റെ മകള്. വ ഇൻ നസല, മകൻ്റെ മകള് എന്ന് പറയുമ്പോൾ അത് തലമുറക്ക് മാറ്റമുണ്ടെങ്കിലും ശരി, നേരെ മകൻ്റെ മകളല്ല, മകൻ്റെ 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 മകൾ എന്നൊക്കെ ഉള്ള രീതിയിൽ താഴെ തലമുറയ്ക്ക് മാറ്റമുണ്ട്, താഴോട്ട്. എന്നാലും ശരി. വ ഉമ്മുൻ, അതേപോലെ മയ്യത്തിൻ്റെ ഉമ്മ, മാതാവ്. വ ജദ്ദത്തുൻ, മയ്യത്തിൻ്റെ വെല്ലിമ്മ. എന്താണ് ഈ മയ്യത്തിൻ്റെ വെല്ലിമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഉമ്മുൽ ഉമ്മി, ഉമ്മയുടെ ഉമ്മ. പിന്നെ ഒന്ന് ഉമ്മുൽ അബി, വാപ്പയുടെ ഉമ്മ. വൈൻ അലത്സ്, അത് തലമുറ കുറച്ച് മേലോട്ട് കയറിയതാണെങ്കിലും ശരി, ഉമ്മാൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ വാപ്പാൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്. അങ്ങനെ നേരെ വല്യമ്മയല്ല, മേലേക്ക് തലമുറയ്ക്ക് വ്യത്യാസമുണ്ട്.
ആ വല്യമ്മയാണെങ്കിലും. വൽ ഉഖ്തു, വേറെ ഒരാൾ, 7 പേരാണ് ആകെ ഉള്ളത്, അതിൽ അഞ്ചാമത്തെയാൾ വൽ ഉഖ്തു, സഹോദരിയാണ്. സഹോദരി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 രൂപം വരും അവിടെ. മയ്യത്തിൻ്റെയും ഈ പെണ്ണിൻ്റെയും ഉമ്മയും വാപ്പയും ഒന്നാണ്, അല്ലെങ്കിൽ വാപ്പ മാത്രം ഒന്നാണ്, അല്ലെങ്കിൽ ഉമ്മ മാത്രം ഒന്നാണ്. അങ്ങനെ 3 രൂപം വരും. ആ 3 മോഡൽ സഹോദരിയാണെങ്കിലും ഇർസുണ്ടാവും. 6ാമത്തെ ആൾ വസ്സൗജത്തു, ഭാര്യ. അപ്പോൾ ഭർത്താവാണ് മരിച്ചത്, ഭാര്യ, അവൾക്ക് ഇർസ് കിട്ടും, അനന്തര സ്വത്ത് കിട്ടും. പിന്നെ ഒന്ന് ഒൽ മുഅ്തിഖത്തു, ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അടിമയായിരുന്ന ഒരു വ്യക്തിയെ പണ്ട് മോചിപ്പിച്ചിട്ടുണ്ടൊരാൾ, അയാളിലേക്ക് സ്വത്ത് പോകുമെന്ന് പറഞ്ഞു. ആ മോചിപ്പിച്ച വ്യക്തി ഒരു പെണ്ണാണ്, പണ്ട് മോചിപ്പിച്ചയാൾ എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മകള്, മകൻ്റെ മകള്, ഉമ്മ, വല്യമ്മ, സഹോദരി, അതേപോലെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ ഇവരാരും ഇല്ല എങ്കിൽ അവിടെ പിന്നെ അവസാനം ഈ ഇത്ക്ക് ചൊല്ലിയ മോചനം കൊടുത്ത പെണ്ണിലേക്ക് ആണ് അനന്തര സ്വത്ത് പോവുക. തഖബ്ബലല്ലാഹ്.